Hey guys, so welcome back to another great episode of SR Vlogs. So if you're watching our channel for the first time, I'm a plus one commerce student with computer application as optional paper. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അറ്റ്ലീസ്റ്റ് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് യൂസ്ഫുൾ ആവുന്നുണ്ടോ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഹായ്, ഞാനും കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. ഞാൻ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല. 7 ഡേയ്സേ ഉള്ളൂ മോഡൽ എക്സാമിന്. ഞാൻ ഇനി എങ്ങനെ പഠിക്കും? സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ടൈമില്ലല്ലോ, എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ അവസ്ഥയിൽ നിൽക്കുന്ന കുറേ പേരുണ്ടാവും. ഈവൻ ഞാൻ പോലും ഇപ്പോൾ എനിക്ക് എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയൊക്കെ അറിയുന്നല്ലാണ്ട് ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ 10th പഠിച്ച പോലും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരുടെ അവസ്ഥ എന്നല്ല, കുറച്ച് പേരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കിനിയിപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് നമ്മൾ അയ്യോ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ പഠിച്ചാൽ മതിയേനു, അങ്ങനെ റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമില്ല. ഇനിയുള്ള ഈ ഒരു 7 ഡേയ്സ് വൃത്തിക്ക് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത്. സോ അതിനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നതാണ് നെക്സ്റ്റ് പറയുന്നത്. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് February 9th. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ എണ്ണിക്കഴിഞ്ഞാലും കൃത്യം 7 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ ഒരു 7 ഡേയ്സ് നമ്മൾ 6 സബ്ജക്റ്റിലേ നമുക്കുള്ളൂ. ഹിന്ദി, ഇംഗ്ലീഷ്, പിന്നെ നമ്മുടെ കോർ സബ്ജക്റ്റും പിന്നെ ഓപ്ഷണൽ സബ്ജക്റ്റും. അപ്പോൾ ഈ 7 ദിവസം എടുത്തു കഴിഞ്ഞാലും നമുക്ക് അടിപൊളിയായിട്ട് ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ് വെച്ചിട്ട് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാലും പഠിച്ചു തീർക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ആ ഒരു കോൺഫിഡൻസ് കൊണ്ടുവരിക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. സോ നമുക്ക് പറ്റുന്ന പോലെ തന്നെ ട്രൈ ചെയ്യുക, അത്ര തന്നെ. നമ്മൾ ഒരിക്കലും ഇനി 7 ദിവസമേ ഉള്ളൂ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് മര്യാദയ്ക്ക് ഇനിയുള്ള ദിവസം പറ്റുന്നത്ര എഫേർട്ട് ഇടുക, കഷ്ടപ്പെടുക, ഇരുന്ന് പഠിക്കുക, അത്ര തന്നെ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെന്താണ്, അപ്പോൾ ഈ 7 ഡേയ്സ് എങ്ങനെ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തതെന്നല്ല, ജസ്റ്റ് ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ദിവസം ഹിന്ദിക്ക് എടുക്കുക. ഹിന്ദി എന്ന് പറഞ്ഞാൽ ആ ദിവസം നമ്മൾ ചാപ്റ്റേഴ്സ് ടെക്സ്റ്റ് വായിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ തലേന്നൊക്കെ ഇരുന്ന് പഠിക്കില്ല, എക്സാമിന് തലേന്ന് ഇരുന്ന് പഠിക്കുന്നത് പോലെ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ദിവസമാണ് എക്സാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഫുൾ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് പറ്റുന്നത്ര രീതിയിൽ എത്രമാത്രം നമുക്ക് ഇപ്പോൾ ലൈവ് കണ്ടു പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ പഠിക്കുക. കാരണം ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ടെക്സ്റ്റ് വായിച്ചിട്ടോ നോട്ട് വായിച്ചിട്ടൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പണിയാവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ലൈവ് കാണുന്നത് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. ഒരു 1 ഷോട്ട് ലൈവ് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്ററിലെ മൊത്തം കാര്യങ്ങൾ നമ്മുടെ തലയിൽ ഉണ്ടാവും. പിന്നെ പബ്ലിക് എക്സാമിൻ്റെ തന്നെ ഫുൾ ചാപ്റ്റർ ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒരു 6 മണിക്കൂർ 5 മണിക്കൂർ അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നത് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേഗം ആ ഒരു ക്വസ്റ്റ്യൻസും ഒരു പ്രോബ്ലംസും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ വേഗം ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അതുപോലെ തന്നെ നമുക്ക് കുറച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറച്ചൊക്കെ എഫേർട്ട് ഇട്ടിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊരു കണ്ടൻമെൻറ്റും നമുക്ക് ഉണ്ടാവും. മെയിനായിട്ട് ഇനി ഈ ഉള്ള 7 ദിവസം ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരെ ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ട് ഉച്ച തൊട്ടിട്ട് വൈകുന്നേരം വരെ വേറൊരു സബ്ജക്റ്റ് പഠിക്കുക. പിന്നെ രാത്രി തൊട്ട് ഒരു കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് ലേറ്റ് ആയിട്ടൊക്കെ ഇരുന്നിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാനാണ്. കാരണം നമുക്കങ്ങനെ ഇപ്പോൾ ഒരു സ്റ്റഡി പ്ലാനായിട്ട് പറയാൻ കഴിയില്ലല്ലോ, കാരണം ഓരോരുത്തർക്ക് ഓരോ കംഫർട്ടാണ്. ഇപ്പം ഞാൻ ഒരു നൈറ്റ് പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് രാത്രി ആയിരിക്കും കുറച്ചുകൂടെ വേഗം പഠിക്കാൻ വേണ്ടി പറ്റുക രാവിലത്തേനേക്കാളും. അപ്പോൾ കുറേ പേർക്ക് രാവിലെ എണീച്ച് പഠിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്, രാവിലെ എണീക്കുന്നത് നല്ലത്. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ നമ്മൾ രാത്രി ഇരുന്ന് പഠിക്കുക എന്നുള്ളതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കംഫർട്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എപ്പോഴാണ് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് ആ ഒരു ടൈമിൽ ഇരുന്ന് പറ്റുന്ന പോലെ അത്രയും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാം. പിന്നെ അതൊക്കെ പറയാനുള്ളൂ. പിന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ടൈമില്ലല്ലോ എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട, ഇനിയുള്ള ദിവസം ഇരുന്നങ്ങ് പഠിക്കുക, സെറ്റപ്പായിട്ട് പഠിക്കുക, അത്ര തന്നെ. പിന്നെ നമ്മളൊരിക്കലും പേടിക്കേണ്ട, കാരണം മോഡൽ എക്സാം ആണ്, നമുക്ക് ടൈമുണ്ട്. ഈ 7 ഡേയ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഡിസിപ്ലിൻ ആയിട്ട്, ഈ കഴിഞ്ഞതൊക്കെ പോയിക്കോട്ടെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്, പ്രസൻറ്റ് ഈസ് പ്രസൻറ്റ് എന്നാണല്ലോ. അപ്പോൾ കഴിഞ്ഞതൊക്കെ പോയിക്കോട്ടെ. ഇനി പഠിക്കാത്തതിനെ കുറിച്ചിട്ടോ ഇല്ലെങ്കിൽ കളഞ്ഞ സമയങ്ങളെ കുറിച്ചിട്ടോ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി നമുക്കൊന്നും തിരിച്ച് പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നോക്കണ്ട, ഇനിയുള്ള സമയം ഇരുന്ന് പഠിക്കുക, അത്ര തന്നെ. അതിപ്പോൾ റെസ്റ്റ് എടുക്കാണ്ട് മൊത്തം ഫോൺ നോക്കണ്ട അങ്ങനെയൊന്നുമല്ല ഞാൻ പറയാം. പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു, വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, വേണമെങ്കിൽ നല്ല ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഒരിക്കലും നമുക്ക് ഒറ്റയടിക്ക് സ്ട്രെച്ചിലിരുന്ന് പഠിച്ച് കഴിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബ്രേക്ക് എടുക്കുക, കുറച്ച് പഠിക്കുക, കുറച്ച് ബ്രേക്ക് എടുക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പഠിക്കുക. എങ്ങനെയാണെങ്കിലും നമ്മുടെ സംഭവം നടന്നാൽ പോരെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ മെയിനായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ തോട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു 7 ഡേയ്സ് സ്റ്റഡി പ്ലാൻ പോലെ ചെയ്യാൻ. പിന്നെ ഈ ഒരു കമൻറ്റ് കൂടെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും വേഗം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം, കാരണം ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഡോണ്ട് വറി അബൌട്ട് യുവർ
പാസ്റ്റ് ഒക്കെ അവിടെ വിട്ടേക്ക്. ഇനി ഒരു പുതിയ ഫ്യൂച്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രസന്റിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ ഉള്ള സമയം കൊണ്ട് ഇരുന്ന് പഠിക്കുക. പിന്നെന്താ, കഴിഞ്ഞ പോയ കാര്യത്തിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ട് വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട. ഇനിയുള്ള ടൈം കൊണ്ട് പറ്റുന്ന പോലെ, ഇപ്പോൾ ലൈവ് കാണുന്നവരാണെങ്കിൽ ലൈവ് കണ്ട് പഠിക്കുക, ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിക്കുക. ഇല്ല ട്യൂഷന് പോകുന്നുണ്ടെങ്കിൽ അതിന് പോവുക. അതിന് ട്യൂഷന് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് നല്ല വൃത്തിക്ക് പഠിക്കുക. എവിടെ ഇരുന്നാണെങ്കിലും വൃത്തിക്ക് അങ്ങ് പഠിക്കുക, അത്ര തന്നെ. ഇനി മോട്ടിവേഷൻ വരുന്നോ ഇനി ആരെങ്കിലും ഒന്ന് രക്ഷിക്കുമോ എന്നൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ആകെ 7 days ഉള്ളൂ. സോ ആ ഒരു 7 days തകർത്ത് അങ്ങ് അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. ആൻഡ് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. കുറച്ച് പേർക്കെങ്കിലും കുറച്ച് ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും പോയി പഠിക്കൂ.